ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജ് മെറ്റീരിയൽ പാർട്ട് 2 ആണ്. നമ്മൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾസ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അതിന്റെ ബാക്കി വരുന്ന ഭാഗമാണ് ട്രയാങ്കിൾ ഡിവിഷൻ. അപ്പൊ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക മിഡ് പോയിന്റ്. എന്താണ് മിഡ് പോയിന്റ്? ഞാനൊരു ലൈൻ വരച്ചു എ ബി, അതിലൊരു എം ആണ് അതിന്റെ മിഡ് പോയിന്റ് എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എം ഈസ് എ മിഡ് പോയിന്റ് ഓഫ് എ ബി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എ എമ്മിന്റെ ലെങ്ത്തും എം ബിയുടെ ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് പറയാം? എ എം ഈക്വൽ ടു ബി എം എന്ന് പറയാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ്? ഞാൻ എ ബിക്ക് ഒരു 12 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ എം എന്ന് പറഞ്ഞാൽ ഒരു മിഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കാം. എം ഇസ് എ മിഡ് പോയിന്റ് ഓഫ് എ ബി. അപ്പൊ ഈ എ എമ്മിന്റെ ലെങ്ത്തും ബി എമ്മിന്റെ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പൊ 12/2 ചെയ്ത് നോക്കുക. എത്രയാണ്? 6. അപ്പൊ എ എം എന്ന് പറഞ്ഞാൽ 6ഉം എം ബി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എത്രയാണ് ബി എം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പൊ എ എം ഈക്വൽ ടു ബി എം ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഇനി അടുത്ത റേഷ്യോ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ് എന്ന് പറഞ്ഞാൽ, അതേപോലെ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ എ ഈസ് ടു ബിനെ എ ബൈ ബി എഴുതി, സി ഈസ് ടു ഡിനെ സി ബൈ ഡി എന്ന രീതിയിൽ എഴുതി. ഇനി ഇതിന് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? എ ഡി ഈക്വൽ ടു ബി സി എന്ന രീതിയിൽ എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 4:8. അപ്പൊ 4/8 ആക്കി മാറ്റി. നമുക്ക് 4നെ എങ്ങനെ മാറ്റി എഴുതാം? 1 into 4. 8നെ എങ്ങനെ മാറ്റി എഴുതാം? 2 into 4. കോമൺ ആയിട്ട് 4ഉം 4ഉം ക്യാൻസൽ ആയി. ബാക്കി എന്തായി? 1:2 എന്ന രീതിയിലേക്ക് വന്നു. താഴെ ഇതൊക്കെ നമ്മൾ ബേസിക് ആയ കാര്യങ്ങളാണ്, ഒന്ന് പൊടി തട്ടി എടുത്തു എന്നുള്ളൂ. താഴെ ട്രയാങ്കിൾ ഡിവിഷൻ. ഇനി നമുക്ക് ട്രയാങ്കിൾ ഡിവിഷനിൽ ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചു. ഞാൻ ഈ സിയിൽ നിന്ന് കുറെ ഇങ്ങനെ വരച്ചുകൊണ്ട് പോയി, ഇങ്ങനെ വരച്ചു. ഇതൊക്കെ ട്രയാങ്കിൾ ഡിവിഷൻ. ബി സിക്ക് ട്രയാങ്കിൾ അല്ല, അതിലൊരു പോയിന്റിന് എം കൊടുത്തു. അപ്പൊ എം എന്താണ്? എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഇനി അപ്പൊ എ എം ഈക്വൽ ടു എം ബി ആണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ. എം ഈസ് എ മിഡ് പോയിന്റ് ആയി കഴിഞ്ഞാൽ എ എം ഈക്വൽ ടു ബി. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. അതിന്റെ സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് എടുത്തത്. ഇനി ഈ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഡി എന്നും പേര് കൊടുത്തു. ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഓരോ, ഇവിടെ എത്ര ട്രയാങ്കിൾ ആയി? 1, 2, 2 ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ 2 ട്രയാങ്കിളിനും ഏരിയയും കണ്ടുപിടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു അല്ലെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എന്താവും? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡി സി ആണ്. അപ്പൊ 1/2 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 6, ഹൈറ്റ് 4. അപ്പൊ 1/2 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ? 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഞാൻ പിന്നെ ഈ ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ എ ഡി സി എന്ന ട്രയാങ്കിൾ എടുത്തു. അതിനെ ഇങ്ങോട്ട് മാറ്റി വരച്ചു. സി ഡി എ അല്ലെ. ഡി ഇസ് എ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ലെങ്ത് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ ഉണ്ടാവുന്ന ലെങ്ത് എത്ര ആയിരിക്കും അല്ലെ? 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ 3 ആയി മാറി, ഇവിടെ എത്ര ആയി? 4 ആയി മാറി. അപ്പൊ എന്ത് ചെയ്യാം? ട്രയാങ്കിൾ എ ഡി സിയുടെ ഇക്വേഷൻ തരും അല്ലെ. 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, 1/2 ഇൻറ്റു എ ഡി ഇൻറ്റു ഡി സി. 1/2 ഇൻറ്റു എ ഡി എന്ന് പറഞ്ഞാൽ 3, ഡി സി എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 1/2 ഇൻറ്റു 12, ദാറ്റ് ഈസ് 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി അടുത്ത ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ സെലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ എത്ര? ഇവിടെ 3 സെന്റിമീറ്റർ ആണ് അല്ലെ ബേസ്, ഹൈറ്റ് എ ഡി. അപ്പൊ ട്രയാങ്കിൾ എ ബി ഡി സി എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു ബി ഡി ഇൻറ്റു ഡി സി. 1/2 ബി ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3, ഡി സി എന്ന് പറഞ്ഞാൽ എത്ര? 4. അപ്പൊ 1/2 ഇൻറ്റു 12 ഈക്വൽ ടു എത്രയായി? 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഏത് വന്നത്? ബി ഡി സി വന്നത്. ഇനി നമ്മൾ ഈ ട്രയാങ്കിളിന്റെ റേഷ്യോ കാണാൻ പോവാണ്. നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ 6 ആണ്. അപ്പൊ എന്താണ്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എ ഡി സി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 6:6 എന്ന് പറഞ്ഞാൽ എത്ര? 1:1 ആണ്. ഇനി അടുത്തത് ഈ സൈഡ്, ഈ ട്രയാങ്കിളിന്റെ സൈഡ് ബേസുമായിട്ട് എന്ത് ചെയ്യാണ്? റേഷ്യോ ചെയ്യാണ്. ഇപ്പൊ റേഷ്യോ ഓഫ് എ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ് അല്ലെ? എ ഡി ഈസ് ടു
ബി ഡി ആണ്. എ ഡി എത്രയാണ് നമുക്കറിയാം 3 ആണ് അല്ലെ, ഇതിൽ 3 ആണ്, ഇത് 3 ആണ്. ഈസ്റ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1:1. അപ്പോ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയ തമ്മിൽ റേഷ്യോ 1:1 ഉം ഇവിടുത്തെ തമ്മിൽ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:1. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ എത്രയാണോ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ അത് തന്നെ ആയിരിക്കും ഇവിടെ ട്രയാങ്കിൾ തമ്മിലുള്ള ഏരിയയുമായിട്ടുള്ള റേഷ്യോയുമായിട്ടാണ് വരുന്നത്. ഞാൻ വേണ്ടി ഒരു ട്രയാങ്കിൾ വരച്ചു. എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റിന് എന്ത് കൊടുത്തു 4 സെന്റിമീറ്റർ കൊടുത്തു. ഇനി അതിനൊരു ഡി എന്ന് പേര് കൊടുത്തു. ഞാൻ ചെരിച്ചു എന്ന് വരച്ചു. അവിടെ ഈ പോയിന്റിന് ഇ എന്ന് പേര് കൊടുത്തു. അപ്പൊ ഈ എയുടെ ലെങ്ത് ഞാൻ ഇവിടെ 2 സെന്റിമീറ്റർ ആക്കാണ്. ഇ ബിയുടെ ലെങ്ത് 4 സെന്റിമീറ്റർ ആണ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ആണ്, എ ഇ സി എന്ന ട്രയാങ്കിളും ബി ഇ സി എന്ന ട്രയാങ്കിളും ആണ് വരുന്നത്. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കുകയാണ്, എന്നിട്ട് അതിന്റെ റേഷ്യോ ചെയ്ത് നോക്കുകയാണ്, ഒക്കെ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ട്രയാങ്കിൾ എ ബി സി ആണ് എടുക്കാൻ പോവാണ് ഏരിയ. അപ്പൊ ട്രയാങ്കിൾ എ ബി സി എന്താ 1/2 ഇൻറ്റു ബേസ് എ ബി ആണ്, ഹൈറ്റ് എന്ന് പറയുമ്പോൾ സി ഡി ആണ്. അപ്പൊ 1/2 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞ 6, ഡി സി എന്ന് പറഞ്ഞ 4, 1/2 ഇൻറ്റു 24 എത്ര കിട്ടി 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തെന്താണ്, ഞാൻ ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഏതാണ് എ സി ഇ എന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാണ് അല്ലെ 4 സെന്റിമീറ്റർ ആണ്, ബേസ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1/2 ഇൻറ്റു എ ഇ ഇൻറ്റു ഡി സി ആണ്. അപ്പൊ 1/2 ഇൻറ്റു എ ഇ എന്ന് പറഞ്ഞാൽ 2 അല്ലെ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡി സി എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 1/2 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അടുത്ത ട്രയാങ്കിൾ എടുക്കുകയാണ് ബി ഇ സി. ബി സി ഇ എന്ന ട്രയാങ്കിൾ സെലക്ട് ചെയ്യാണ്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ 1/2 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ബി ആണ്, ബി എത്ര 4 സെന്റിമീറ്റർ. അപ്പൊ 1/2 ഇൻറ്റു 4 ഇൻറ്റു ഡി സി എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 1/2 ഇൻറ്റു 16 എത്ര കിട്ടി 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വന്നത്. ഇനി നേരത്തെ ചെയ്തപോലെ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എന്ത് ചെയ്യാം റേഷ്യോ ചെയ്യാൻ പോവാണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എ ഇ സി ഈസ് ടു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ബി സി ഇ ഈക്വൽ ടു എത്ര കിട്ടും, ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ 4 ആണ്, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ 8 എന്ന് പറഞ്ഞാൽ 1:2. 4 എങ്ങനെ എഴുതാം 1 ഇൻറ്റു 2, 8 എങ്ങനെ എഴുതാം 2 ഇൻറ്റു അല്ലെ 1 ഇൻറ്റു 4 എഴുതാം, 2 ഇൻറ്റു 4, ഈ 4 4 ക്യാൻസൽ ആയി 1:2. ഇനി സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് റേഷ്യോ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ഇ ഈസ് ടു ബി ഡി എന്ന് പറഞ്ഞാൽ 2:4 ഈക്വൽ ടു 1:2. അപ്പൊ വീണ്ടും എന്താണ് സെയിം ആണ് വരുന്നത്. നമുക്ക് എന്ത് പറയാം ഇവിടെ അല്ലെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെ ആയിരിക്കും ട്രയാങ്കിൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയാം. അപ്പൊ റിസൾട്ട് ആക്കി എഴുതുക റേഷ്യോ ഓഫ് എ ലെങ്ത് ഈക്വൽ ടു റേഷ്യോ ഓഫ് എ ഏരിയ എന്ന് പറയാം. ഒന്നുകൂടി ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ ട്രയാങ്കിളിന്റെ അതിന്റെ ബേസുകൾ എ ആണ് ബി ആണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയകൾ ആയിരിക്കും എ ആയിരിക്കും ബി ആയിരിക്കും. അപ്പൊ ഇവിടെ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും സെയിം ആയിരിക്കും. അല്ലാതെ ഈ എന്റെ ഈ ലെങ്ത് തന്നെ ആകുന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ എത്രയാണോ വരുന്നത് ആ മെഷർമെന്റും ഇവിടെ എത്രയാണോ വരുന്നത് ആ മെഷർമെന്റും ആണ്, അല്ല ഈ ബേസിന്റെ ലെങ്ത് അല്ല ഉദ്ദേശിച്ചത്. അപ്പം ഈ ബേസ് എ ഈസ് ടു ബി ആണെങ്കിൽ then ഏരിയ ഈസ് എ ഈസ് ടു ബി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ റേഷ്യോവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചെയ്ത് നോക്കിയിട്ടൊന്ന് അയച്ചു തരിക. ക്ലിയർ ആയല്ലോ? ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ എ ബി ഈക്വൽ ടു 12 സെന്റിമീറ്റർ, എ ഡി ഈക്വൽ ടു 4 സെന്റിമീറ്റർ, then BD, what is AD is to BD, what is the ratio area of a triangle AD and triangle CDB. ഒന്നാമത്തെ എന്താണ് അല്ലെ AB ഈക്വൽ ടു 12, ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 ആണ്, AD എന്ന് പറഞ്ഞാൽ 4. വാട്ട് ഈസ് ദ BD, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും അല്ലെ. AB എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് AD പ്ലസ് BD ആണ്. AB എന്ന് പറഞ്ഞാൽ എത്രയാണ് 12, AD എന്ന് പറഞ്ഞാൽ 4, BD നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ BD ഈക്വൽ ടു 12 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 8 സെന്റിമീറ്റർ ആണ് വന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് AD ഈസ് ടു BD.
AD എന്ന ലെങ്ത് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ 4 ആണെന്നും BD നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയ എത്ര 8 ആണ്. ദാറ്റ് ഈസ് 4:8. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1:2 ആണ് അല്ലെ. 4 എങ്ങനെ എഴുതാം? 1 into 4 ആക്കാം. 8 2 into 4. അപ്പൊ 4ഉം 4ഉം ക്യാൻസൽ ആയി 1:2 ആണ് വന്നത്. ഇതിൽ C ക്വസ്റ്റ്യൻ എന്താണ്? C ക്വസ്റ്റ്യൻ പറയണേ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ CDB? അപ്പൊ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ADC ഈസ് ടു ട്രയാങ്കിൾ CDB എന്ന് പറഞ്ഞാൽ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. ബേസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ AD ഈസ് ടു BD ആണ്. ഇത് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയത് എത്രയാണ്? 1:2 ആണെന്ന് നമ്മൾ കണ്ടെത്തി. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. In the figure, AB is equal to 12 centimeter. D is a midpoint of AB. അപ്പൊ D എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. AD എത്രയാണെന്നും BD എത്രയാണെന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞു. What is the AD is to BD? The ratio of area of triangle ADC and triangle BDC. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ആദ്യം മാറ്റമുള്ളൂ. D ഒരു മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞോളൂ. നമുക്കറിയാം മിഡ് പോയിന്റ് ആണെങ്കിൽ എന്ത് പറയാം? AD യുടെ ലെങ്ത്തും BD യുടെ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പൊ 12/2 എന്ന് പറയുമ്പോൾ എത്രയായി? 6 ആണ്. ഇതും 6 ആണ്. അപ്പൊ AD ഈക്വൽ ടു എത്രയായി? 6 സെന്റിമീറ്റർ. BD എന്ന് പറഞ്ഞാൽ എത്രയായി? 6 സെന്റിമീറ്റർ. ഞാൻ ബി ക്വസ്റ്റ്യൻ എന്താ വരുന്നത് അല്ലെ? വാട്ട് ഈസ് ദി AD ഈസ് ടു BD? അപ്പൊ AD ഈസ് ടു BD എന്ന് പറഞ്ഞാൽ അല്ലെ 6 ഈസ് ടു 6 ആണ്. ദാറ്റ് ഈസ് 1:1. 6 എങ്ങനെ എഴുതാ? 1 into 6. 6 1. അപ്പൊ 6ഉം 6ഉം ക്യാൻസൽ ആയി 1:1 ആണ്. ഇനി C ക്വസ്റ്റ്യൻ എന്താ പറയുക നമ്മളോട്? The ratio of the area of a triangle ADC and area of a triangle BDC. നമുക്കറിയാം ബേസുകൾ തമ്മിൽ റേഷ്യോവും തമ്മിൽ സെയിം ആണ്. ബേസുകൾ തമ്മിൽ റേഷ്യോ എത്ര? 1:1. അപ്പൊ AD is to BD എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:1 ആണെന്ന് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? In the figure, BC equal to 12 centimeter. BD equal to 3 centimeter. Area of a triangle is ABC is 80 centimeter. What is BD is to DC? What is the area of a triangle ADC? What is the area of a triangle ABD? What is the ratio of area of triangle ABD and triangle ADC? അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാണാൻ പറഞ്ഞതാ അല്ലെ? BD is to DC ആണ്. ഇവിടെ നമുക്ക് BD കാണാൻ ഉണ്ടോ നോക്കുക. BD തന്നിട്ടുണ്ട് എത്രയാണ്? 3 ആണ്. DC അറിയില്ല. അതിന് പകരം നമുക്ക് ആര് തന്നിട്ടുണ്ട്? BC എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? BC ഈക്വൽ ടു BD പ്ലസ് DC ആണ്. BC 12, BD എന്ന് പറഞ്ഞാൽ 3 പ്ലസ് DC ആയി. അപ്പൊ DC ഈക്വൽ ടു 12 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 സെന്റിമീറ്റർ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? BDയും കിട്ടി DCയും കിട്ടി. എത്രയുടെ? അതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3:9. ഒന്ന് സിംപ്ലിഫൈ. 3നെ 1 into 3 ആക്കാം. 9നെ 3 into 3. അപ്പൊ 3 ക്യാൻസൽ ആയി 1:3 എന്ന റേഷ്യോയിലാണ് വരുന്നത്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ADC? നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ 80 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം, നോക്കണം. ഇവിടെ എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:3 ആണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതാണ്? BD is to DC എന്ന് പറഞ്ഞാൽ 1:3. നമ്മൾ കാണുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ആണ്. അപ്പൊ ADC കാണാൻ പോവാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, റേഷ്യോ ഒന്നും വരുമ്പോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റി? ആദ്യം ഇവിടെ ബേസ് എടുത്ത് ചെയ്ത ബേസ് ഇവിടെ 3 എടുത്തു. ഇനി ആ തമ്മിൽ റേഷ്യോകൾ തമ്മിൽ ആഡ് ചെയ്യുക. 1:3. അപ്പൊ 1+3 ആക്കി മാറ്റുക. റേഷ്യോ 1:3 ആണ്, തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ADC എന്ന ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാ? ആദ്യം ആ ട്രയാങ്കിളിന്റെ ബേസ് മുകളിൽ എഴുതി, പിന്നെ ഇപ്പുറത്തെ തമ്മിലുള്ള റേഷ്യോ തമ്മിൽ ആഡ് ചെയ്യുക. 1+3 കഴിഞ്ഞിട്ടില്ല. ഇത് മുഴുവൻ ട്രയാങ്കിളിന്റെ ഏരിയയുമായിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. ട്രയാങ്കിൾ ഓഫ് ഇവിടെ മുഴുവൻ ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ ABC. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC നമുക്ക് അറിയാം എത്രയാണ്? 80 ആണ്. അപ്പൊ 3/4 into 80. 18 അല്ലെ 3 എന്ന് പറയുമ്പോ എത്ര? 240 divided by 4 എന്ന് പറഞ്ഞാൽ എത്രയായി? 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിലെ C ക്വസ്റ്റ്യൻ.
അപ്പൊ സീക്വൻസ് നേരെ തിരിച്ച് അല്ലെ ABD കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ റേഷ്യോ 1:3 ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ മുകളിൽ 1 എഴുതി, റേഷ്യോകൾ തമ്മിൽ ആഡ് ചെയ്തു, 1+3 ഇൻറ്റു മുഴുവൻ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു 1/4 ഇൻറ്റു 80 എത്രയാണ് 20 സെന്റിമീറ്റർ സ്ക്വയർ ആയി വന്നു ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഇതിലെ ഡി ക്വസ്റ്റ്യൻ എന്താണ്? ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ABD ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ബേസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ BD ഈസ് ടു DC എന്ന് പറഞ്ഞാൽ 1:3 ആണ്. അല്ലാതെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട, നേരിട്ട് റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ ഇൻ ദി ഫിഗർ BD ഈക്വൽ ടു DC. അപ്പൊ D എന്താണ്? മിഡ് പോയിന്റ് ആയി മാറി. PA ഈക്വൽ ടു PD, P എന്തായി? മിഡ് പോയിന്റ് ആയി മാറി. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ABC ഈക്വൽ ടു 100 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ട്രയാങ്കിൾ ABCയുടെ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ PAB. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ BPC. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ PAB. അതായത് ഇവിടെ വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയയാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമുക്ക് തന്നിട്ട് നമുക്കറിയാം BD ഈക്വൽ ടു DC എന്ന് പറഞ്ഞാൽ D is a mid point of BC എന്ന് പറയാം. അതേപോലെ നമുക്ക് ആര് തന്നിട്ടുണ്ട്? PA ഈക്വൽ ടു PD തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരും കൂടിയാണ്? P is a mid point of AD എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന റേഷ്യോ എത്രയായിരിക്കും? 1:1 എന്ന രീതിയിലായിരിക്കും റേഷ്യോ ഉണ്ടാകുക. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? നമ്മള് ട്രയാങ്കിൾ ABDയുടെ ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിനകത്തോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ APD ഈക്വൽ ടു റേഷ്യോ എത്ര വരുന്നത്? 1 ബേസ് ഇവിടെ വരുന്ന 1 ഡിവൈഡഡ് ബൈ 1+1 ഇൻറ്റു മുഴുവൻ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. നമുക്കറിയാം 1+1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1/2 ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ എത്ര? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 100 ആണ്. അപ്പൊ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര കിട്ടി? 50 സെന്റിമീറ്റർ സ്ക്വയർ ആയി. ഇവിടെ ഓർത്തേണ്ടത് എന്താണ്? ഈ ABD എന്ന ട്രയാങ്കിളിന്റെ ഏരിയയുടെ അകത്താണ് ഇത് വരുന്നത്. ഇത് നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം മുഴുവൻ ട്രയാങ്കിളിന്റെ എത്ര പാർട്ടാണ് നോക്കണം, ഈ ഭാഗം അതിന്റെ എത്ര പാർട്ടാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്നോട് കാണാൻ പറഞ്ഞത് ഏരിയ ഓഫ് ട്രയാങ്കിൾ APB ഈക്വൽ ടു ഇവിടെ 1 ബേസ് 1 ഡിവൈഡഡ് ബൈ 1+1 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ? ABD. ഇത് മുഴുവൻ വരുന്ന ട്രയാങ്കിൾ ഏതാ? ABD ആണ്. അപ്പൊ 1/2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD എന്ന് എത്രയാണ്? 50 ആണ്. ഈക്വൽ ടു 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ ആയി വന്നത്. ക്ലിയർ ആയല്ലോ? ഈ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മുഴുവൻ ട്രയാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ ഭാഗം എത്രയാണ് നോക്കണം, ഇതിന്റെ ഭാഗം എത്രയാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ BPC ആണ്. BPC ആണ്. ഇത് മുഴുവൻ വന്ന ട്രയാങ്കിൾ ആണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഹാഫ് ആയിട്ടാണ് വരുന്നത്. കാരണം എന്താ? ഇവിടെ 1:1 മുഴുവൻ വരുന്നുണ്ട് 1/2 എന്ന രീതിയിലാണ് വരുന്നത് അല്ലെ. ഇവിടെ 1 ഇവിടെ 1. അപ്പൊ 1/2 ഇൻറ്റു ട്രയാങ്കിൾ ABC ആണ്. അപ്പൊ എങ്ങനെ എഴുതാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ BPC ഈക്വൽ ടു 1/2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഇവിടെ 1 ആണ്, ഇവിടെ 1/2 എന്ന രീതിയിൽ. അപ്പൊ 1/2 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? ഇൻ ദി ഫിഗർ AP is to PB equal to 1:2 and PQ is to QC equal to 1:2. How much part of the area of a triangle APC is the area of triangle ABC? B question. How much the part of the area of a triangle AQC to the area of a triangle ABC? നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേൺ തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. ട്രയാങ്കിൾ ABC എത്ര പാർട്ടാണ് ട്രയാങ്കിൾ ABC? അപ്പൊ
പി സി ആണ് ഈ ട്രയാങ്കിൾ അല്ലെ, ഈ മൊത്തം വരുന്ന ട്രയാങ്കിളിന്റെ മൊത്തം വരുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എ പി ഈസ്റ്റ് പി ബി എന്ന് പറഞ്ഞാൽ 1:2 ആണ് എടുത്ത് എഴുതി. പിന്നെ പി ക്യു ഈസ്റ്റ് ക്യു സി എന്ന് പറഞ്ഞാൽ എത്രയാണ് 1:2 എഴുതി. നമ്മൾ കാണാൻ പറഞ്ഞതാണ് എ പി സി എന്ന ട്രയാങ്കിളിന്റെ ഏരിയ എത്ര പാർട്ടാണ് ട്രയാങ്കിൾ എ ബി സി. നമ്മൾ നേരത്തെ ഏരിയ അതിന്റെ സ്റ്റെപ്പ് പോവാം. എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി ഈക്വൽ ടു അല്ലെ, ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ 1 ബൈ റേഷ്യോകൾ തമ്മിൽ ആഡ് ചെയ്യുക 1+2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ 1/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ എത്ര പാർട്ടാണ് ഇവിടെ 1/3 പാർട്ടാണെന്ന് വരുന്നത്. അപ്പൊ താഴെ എഴുതുക 1/3 പാർട്ട് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ടു ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, അപ്പൊ 1/3 പാർട്ട് ഈസ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി ടു ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയാൻ പറ്റി. ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഹൗ മച്ച് പാർട്ട് ഓഫ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു സി ടു ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ നമുക്ക് തന്ന റേഷ്യോ ഒക്കെ നിർത്തി എഴുതിയെന്നുള്ളൂ. ഇനി കാണാൻ പറഞ്ഞത് എ ക്യു സി ആണ് ഇതിന്റെ അകത്ത് നാസ ചെയ്ത പോലെ തന്നെ. അപ്പൊ ആദ്യം ചെയ്യണം എ പി സിയുടെ എത്ര പാർട്ടാണ് നോക്കണം എ ബി സി എന്ന ട്രയാങ്കിൾ. നേരത്തെ എഴുതിയ പോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി ഈക്വൽ ടു നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു 1/3 ഇൻറ്റു അല്ലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ് എ ക്യു സി ഈക്വൽ ടു എന്താണ് ഇതിന്റെ ബേസ് എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 1+2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ, ഇവിടെ ആരാ മുഴുവൻ ട്രയാങ്കിൾ എ പി സി, എ പി സി ഈക്വൽ ടു 2/3 ഇൻറ്റു ഏരിയ ഓഫ് ആരാണ് ട്രയാങ്കിൾ എ പി സി. ട്രയാങ്കിൾ എ പി സി എന്ന് പറയുമ്പോൾ ആരാണ് 1/2 ഇൻറ്റു അല്ലെ ആരാണ് 1/3 ഇൻറ്റു ആരും കൂടിയാണ് അല്ലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ 1/2 ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 2 ഇൻറ്റു 1 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരും അല്ലെ 2 ഇൻറ്റു 1 ആണ് 2, 3 ഇൻറ്റു 3 9 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു സി ഈക്വൽ ടു 2/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്ര പാർട്ടാണ് 2/9 പാർട്ട്. അപ്പൊ താഴെ 2/9 പാർട്ട് ഈസ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു സി ടു ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയാൻ പറ്റി. ഇതോടുകൂടി നമ്മുടെ ബ്രിഡ്ജ് മെറ്റീരിയൽ എന്ത് ചെയ്തു പാർട്ട് 2 കംപ്ലീറ്റ്. ഏത് അല്ലെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന ഭാഗം ആ ബ്രിഡ്ജ് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയി.